എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേരുന്നു. നമുക്ക് ഇന്ന് പാവർട്ടിയിലെ കുറച്ച് പുൽക്കൂടുകൾ കണ്ടാലോ. ഞങ്ങൾ ആദ്യം പോയത് ന്യൂ ബൂണേഴ്സ് കിങ്ഡം എന്ന പേരിലുള്ള ഒരു പുൽക്കൂട് കാണാനാണ്. വളരെ പരിമിതമായ സ്ഥലത്താണ് അവരിത് ഒരുക്കിയിരിക്കുന്നതെങ്കിലും വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവരിത് ചെയ്തു വെച്ചിട്ടുണ്ട്. മനോഹരമായ കൊട്ടാരങ്ങളും നാട്ടുവഴികളും പാറക്കൂട്ടങ്ങളും നല്ല ലൈറ്റിങ്ങും ഒക്കെയായി ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് അവർ ഈ പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ന്യൂ ബോണേഴ്സ് ക്ലബിൻ്റെ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ പറയുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബോയ്സ് ഓൺ ക്ലബിൻ്റെ സ്ഥിരമായി പുൽക്കൂട് ഒരുക്കാറുള്ള ബോയ്സ് ഓൺ ക്ലബിൻ്റെ പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ടാണ്. തുടർച്ചയായ 18ാമത്തെ വർഷമാണ് അവർ ഈ പുൽക്കൂട് ഒരുക്കുന്നത് എന്നറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശ്രമത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് തോന്നി. അതുപോലെ ന്യൂ ബോണേഴ്സ് ക്ലബിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് ഇവരത് ചെയ്തിരിക്കുന്നത്. എങ്കിലും എല്ലാവർക്കും കാണാവുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ബോയ്സ് ഓൺ ക്ലബിൻ്റെ പ്രവർത്തകരെയോ അഭ്യുദയകാംക്ഷികളെയൊക്കെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ക്രിസ്തുമസിന് ഇവർക്കൊക്കെ നമുക്ക് തരാവുന്ന ചെറിയ സന്തോഷങ്ങൾ, അവരുടെ സമയങ്ങൾ, വിലപ്പെട്ട സമയങ്ങൾ കളഞ്ഞ് നമുക്ക് തരുന്ന ഈ സന്തോഷങ്ങൾക്ക് തീർച്ചയായിട്ടും ന്യൂ ബോയ്സ് ഓൺ ക്ലബിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണാൻ പോയത് യുണൈറ്റഡ് സ്പോർട്സ് പാവറിറ്റിയുടെ പുൽക്കൂട് കാണാനാണ്. ആദ്യമായിട്ടാണ് യുണൈറ്റഡ് സ്പോർട്സ് പാവറിറ്റി ഇത്തരത്തിൽ വിശാലമായൊരു പുൽക്കൂട് നിർമ്മിക്കുന്നത്. വളരെ നിങ്ങൾ കാഴ്ചയിൽ കാണുന്ന പോലെ തന്നെ വളരെ വിശാലമായൊരു ഏരിയയിലാണ് ഇവർ ഈ പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായി വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ അലങ്കരിച്ച മാനുകളും മഞ്ഞും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. മറ്റ് പുൽക്കൂടുകളിൽ നിന്ന് വ്യത്യസ്തമായി രൂപങ്ങൾ കട്ട് ചെയ്ത ബോർഡുകളാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ യുണൈറ്റഡ് സ്പോർട്സ് പാവർട്ടി ഒരുക്കിയിരിക്കുന്ന ഈ പുൽക്കൂട് കാണുവാനും ആസ്വദിക്കുവാനുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് സെൽഫി എടുക്കാനായി ഒരു സെൽഫി കോർണറും അവർ ഈ പുൽക്കൂടിനകത്ത് ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും യുണൈറ്റഡ് സ്പോർട്സ് പാവർട്ടിയുടെ എല്ലാ പ്രവർത്തകർക്കും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പുൽക്കൂട് തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ സെൻറ് തോമസ് ആശ്രമ ദേവാലയത്തിലാണ് എത്തിയത്. കുർബാനയുടെ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ തന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ മനോഹരമായൊരു പുൽക്കൂട് തന്നെയാണ് സെൻറ് തോമസ് ആശ്രമ ദേവാലയത്തിലും ഒരുക്കിയിരിക്കുന്നത്. സെൻറ് തോമസ് ദേവാലയ ആശ്രമത്തിൻ്റെ ഈ പുൽക്കൂടിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് VKG ഗ്രൂപ്പ് ഒരുക്കിയ ഒരു മനോഹരമായ പുൽക്കൂട് തന്നെയാണ്. എല്ലാ വർഷവും വ്യത്യസ്തമായ പുൽക്കൂടുകളുമായിട്ട് പാവർട്ടിയിലെ പുൽക്കൂട് ആരാധകർക്ക് മികച്ച ദൃശ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു ഗ്രൂപ്പാണ് VKG ഗ്രൂപ്പ്. ആശയസമ്പന്നമായ ഒരു പുൽക്കൂട് തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും പറയാവുന്ന തരത്തിൽ തന്നെയാണ് അവർ ഈ പുൽക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് പേരുടെ അധ്വാനങ്ങൾ വളരെ മികച്ച രീതിയിൽ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ക്രിസ്തുമസിനെ വളരെ മനോഹരമായി പുൽക്കൂട് ഒരുക്കി നമ്മളെ ഇത്തവണയും വളരെ ആഹ്ലാദപൂർവ്വം എത്തിച്ചിരിക്കുകയാണ് VKG ഗ്രൂപ്പ്. വളരെ വ്യത്യസ്തമായ ആശയങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഒട്ടകം ഉൾപ്പെടെയുള്ള പല ആകർഷകമായിട്ടുള്ള കാര്യങ്ങൾ ഈ പുൽക്കൂട്ടിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം തീർത്തും അഭിനന്ദനാർഹമാണ്. നിരവധി ആളുകൾ തന്നെയാണ് ആ പുൽക്കൂട് കാണാൻ എത്തിയിട്ടുള്ളത്. തുടർന്ന് നമ്മളെത്തിയത് പാവർട്ടി സാന്റ് ജോസ് ഹോസ്പിറ്റലിലെ പുൽക്കൂട് കാണാനാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തമായി തോന്നിയൊരു കാര്യം, മഞ്ഞിൻ്റെ ഒരു പ്രാധാന്യം, മഞ്ഞിൻ്റെ ഒരു ആംബിയൻസ് വളരെ കൃത്യമായി തന്നെ ഈ പുൽക്കൂട്ടിൽ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അത് കാണുന്നത് വളരെ നയനാനന്ദകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിട്ടാണ് തോന്നിയത്. വളരെ ചെറിയൊരു സ്ഥലത്താണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ജോലി തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി വളരെ മനോഹരമായ രീതിയിലൊരു പുൽക്കൂട് ഒരുക്കിയ സാന്റ് ജോസ് ഹോസ്പിറ്റലിലെ ഈ പുൽക്കൂട് ഒരുക്കിയ ആളുകൾക്ക് ഏറ്റവും സ്നേഹത്തിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. അവിടെ നിന്ന് തുടർന്ന് നമ്മൾ പോയത് പാവർട്ടിയിൽ പുതുതായി തുടങ്ങുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ സിഗ്നേച്ചർ സ്ക്വയറിൻ്റെ ഒരു 3D പേഴ്സ്പെക്റ്റീവ് പുൽക്കൂട് കാണാനാണ്. ഒറ്റ നോട്ടത്തിൽ അവിടെ പുൽക്കൂട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയം തോന്നും. പക്ഷേ നമ്മൾ ഈ കാണുന്ന ബോർഡിൻ്റെ പിറകിലാണ് യഥാർത്ഥത്തിൽ 3D പേഴ്സ്പെക്റ്റീവ് ഉള്ള ആ ഒരു പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു പുൽക്കൂടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാവർട്ടി തന്നെ പുൽക്കൂട് നിർമ്മാണ രംഗത്ത് വളരെ വ്യത്യസ്തമായ ആശയങ്ങളോടെ ഏവരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ ഷെൽസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിരവധി പുൽക്കൂടുകൾ മുന്നും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സിഗ്നേച്ചർ സ്ക്വയറിലെ ഈ പുൽക്കൂട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു 3D പേഴ്സ്പെക്റ്റീവ് അടങ്ങിയ ഒരു പുൽക്കൂട്. എനിക്ക് തോന്നുന്നത്
എല്ലാവരും പുൽക്കൂട് ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നതാണ് ഷെൽസൺ എന്ന ചെറുപ്പക്കാരനെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിഗ്നേച്ചർ സ്ക്വയർ എന്ന് പറയുന്ന പാവർട്ടിയുടെ മുഖച്ഛായ, മനപ്പൊടിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നും ഇത്തരമൊരു സംരംഭം തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അപ്പോൾ അവരെയും ഈ സ്നേഹപൂർവ്വം അവരോടും ഒരു ക്രിസ്തുമസ് ആരാധകൻ എന്ന നിലയിൽ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലൊക്കെ ഈ പുൽക്കൂട് ഇവിടെ തന്നെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ രൂപങ്ങൾക്കും ഉള്ള പെർഫെക്ഷൻ അത്ര ഏറെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഒരു 3D പേഴ്സ്പെക്റ്റീവാണ്. അത് തന്നെ ഒരു വ്യത്യസ്തതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അടുത്തതായിട്ട് പോയത് പാവറട്ടി പള്ളിയിലെ സെൻറ്റ് ജോസഫ് ദേവാലയത്തിലെ പുൽക്കൂട് കാണാനാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുൽക്കൂട് തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു എയർപോർട്ടിലാണോ നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിൽ ഒരു ക്രാഷ് ലാൻഡഡ് ഫ്ലൈറ്റാണ്. തീർച്ചയായിട്ടും റിയൽ ഇൻസിഡൻസിൽ നിന്നും ഒരു ചിന്ത മനുഷ്യരിലേക്ക്, ഒരു പ്രാർത്ഥനയുടെ ഒരു ചിന്ത കൂടി അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്ത് കയറിയാൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റ് പുൽക്കൂടുകളോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ രീതി തന്നെയാണ്. അതിലും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഇതിൻ്റെ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലൈറ്റ് ബോഡിയാണ്. അപ്പോൾ ആ ചിന്ത വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ചിന്തയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നലത്തെ പുൽക്കൂട് കാണൽ യാത്രയിൽ കണ്ട പുൽക്കൂടുകൾ. ഇവയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുൽക്കൂടുകൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയ പുൽക്കൂടിന് ഒരു സമ്മാനം ഉണ്ടായിരിക്കും.